നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഈ ഇപ്പോഴുള്ള നമ്മുടെ പൊതുവിലുള്ള ജാതകാലുള്ള ചാരവശാലുള്ള സമയം എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ തുലാക്കൂറിൻ്റെ ഈ ഫലം പറയുമ്പോൾ പൊതുവിൽ നേരത്തെ ശനിമാറ്റം, അതുപോലെ രാഹുകേതു മാറ്റം, പിന്നെ വ്യാഴമാറ്റമൊക്കെ പറഞ്ഞപ്പോൾ തുലാക്കൂറുകാർക്ക് പൊതുവിൽ സമയം വളരെ നല്ലതാണ് എന്നാണ് നമ്മളൊരു ധാരണ വന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒപ്പം തന്നെ തുലാക്കൂറിന് പൊതുവിൽ സമയം വലിയ മോശമല്ല, നല്ലതാണ്. കാരണം തുലാക്കൂർ പറയുമ്പോൾ തന്നെ നക്ഷത്രങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാം. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, അതായത് 3ഉം 4ഉം പാദം, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ, അതായത് വിശാഖം ആദ്യത്തെ 3/4 ഭാഗം, ഇത്രയും വരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ സമയം നല്ലത് തന്നെയാണ്. അല്ലെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്കിപ്പം ശനിദോഷമില്ല. ശനി 6ലേക്ക് മാറിയത് നല്ലതാണ്. ശനിക്ക് 6 നല്ലതാണ്. പിന്നെ 5ലേക്ക് സർപ്പനായതുകൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ല. 9 ഭാഗ്യസ്ഥാനത്ത് പൂർവ്വപുണ്യത്തോടുകൂടി അനുഗ്രഹശാലിയായി സർവേശ്വരകാരകനായ വ്യാഴം നിൽക്കുന്നു. കേതു നഷ്ടസ്ഥാനത്ത് നിന്ന് 11ലേക്ക് മാറി തന്നു. അങ്ങനെ പൊതുവിൽ ഇപ്പോൾ ഉള്ള മാറ്റങ്ങളെല്ലാം നല്ലതാണ്. എങ്കിൽ പോലും ഞാൻ അപ്പോഴും പറയുന്നു, നമ്മുടെ ജാതകം തീരുമാനിക്കുന്നത് പൊതുവായിട്ട് ഇവരാണെങ്കിലും താൽക്കാലികമായിട്ട് ഒരു 3.5-4 മാസത്തിനിടയിൽ മാറുന്ന ചില ഗ്രഹങ്ങളുണ്ട്. അതായത് ശുക്രൻ, ബുധൻ, ചൊവ്വ, ഈ ഗ്രഹങ്ങൾക്ക് ഭയങ്കര സ്വാധീനമുണ്ട്. ശുക്രൻ ഇപ്പോൾ നിൽക്കുന്ന അഷ്ടമത്തിലാണ്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ നമുക്ക് സമയം നല്ലതാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമുക്ക് ഈ അഷ്ടമത്തിലെ ശുക്രൻ പണി തരുന്നത്. അഷ്ടമത്തിലെ ശുക്രൻ എന്താ പണി തരിക? നമുക്ക് നമ്മുടെ ശിരസ്സുമായി ബന്ധപ്പെട്ട്, അതായത് മുഖം, നമ്മുടെ ENT, കഴുത്ത്, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ ചെറിയ അലർജിയോ വേദനയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് തന്നെ ന്യൂറോ പ്രശ്നങ്ങളൊക്കെ വരാം. ഇതിന് നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് തന്നെ കണ്ടെത്തി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകണം. രണ്ടാമത്തേത്, ഈ ശുക്രൻ സുഖത്തിൻ്റെ ആളാണ്. നമുക്ക് പുതിയ ചില പദ്ധതികളുമായിട്ട് പലരും മുന്നോട്ട് വരും. അതായത് നീതി കുഴിച്ചെടുക്കാം. ഞാൻ ചിരിക്കാൻ പറയണമല്ല കേട്ടോ. പിന്നെ വലിയ ഫണ്ട് വരാൻ പോകുന്നു. അതല്ലെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിലൂടെ വളരെ പ്രത്യേകതയുള്ള ഒരു രീതിയിലുള്ള സാമ്പത്തിക ലാഭം വരാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ പലരും സമീപിക്കാവുന്ന ഒരു കാലമാണ്. ഇതെല്ലാം നിങ്ങളെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കും. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയം, കല, സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് പേരുദോഷമോ അപഖ്യാതിയോ കേൾക്കാൻ സാധ്യതയുണ്ട്. 2, നിങ്ങളെ നേരായ മാർഗത്തിലല്ലാത്ത ധന ഇടപാടുകൾ, കാരണം 9 ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്, ധനം കൊണ്ടുവരും. പക്ഷേ അത് നല്ല മാർഗത്തിൽ കൂടെ മാത്രം ആവണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ഉദ്യോഗസ്ഥരാണെങ്കിൽ മാൽ പ്രാക്ടീസിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഈ എന്തു പറയാൻ, സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയൊക്കെ അപ്രതീക്ഷിതമായി ചില ഓപ്പോസിറ്റ് സെക്സിലുള്ള, അതായത് ആണാണെങ്കിൽ പെണ്ണ്, പെണ്ണാണെങ്കിൽ ആണിൽ നിന്നുള്ള ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഒക്കെ വന്നു ചേരാം. അത് നമ്മളെ ചില രഹസ്യ ഇടപാടുകളിലേക്ക് നയിക്കാനും, ആ ഇടപാടുകൾ നമുക്ക് 9 നിൽക്കുന്ന വ്യാഴത്തെ മാത്രം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ ഭാഗ്യമാണെങ്കിലും ഇങ്ങനെയുള്ള ഇടപാടുകൾ നിങ്ങൾക്ക് പിന്നീട് അനിഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്നത് 11ൽ കുജനോടൊപ്പം, കേതുവിനോടൊപ്പം നിൽക്കുന്ന ചൊവ്വ നല്ലതാണ്. പക്ഷേ ആ ചൊവ്വ വളരെ വൈകാതെ 12ൽ നഷ്ടസ്ഥാനത്തേക്കാണ് വരുന്നതെന്ന് ആലോചിച്ചോളണം. 12ൽ വരുമ്പോൾ നമുക്ക് നിയമപ്രശ്നങ്ങൾ, പോലീസ് കേസ്, വഴക്ക്, കോടതി വ്യവഹാരം, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ, അതായത് ഭാവിയിൽ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിലേക്ക് എത്താതിരിക്കാൻ നമ്മളിപ്പോഴേ ഒരു ശ്രദ്ധ പുലർത്തുക. അതായത് ഇപ്പോൾ നമുക്ക് ഭഗവാൻ ഈശ്വരൻ തന്നിട്ടുള്ള, പ്രപഞ്ചശക്തി തന്നിട്ടുള്ള, ആൾമൈറ്റി തന്നിട്ടുള്ള പോസിറ്റീവ് അനുഗ്രഹങ്ങളും
ധനവും ഐശ്വര്യവും ഒക്കെ തരുന്നുണ്ട്. ഇതിനെ നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് ദൈവാധീനത്തോടെ പണ്ടുള്ളവർ പറയും, നമ്മുടെ നല്ല കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തിറക്കാന്ന് എന്ന് പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് നല്ല കാലമാണ്. ഇപ്പം നിങ്ങൾ നല്ല നല്ല കുറേ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ നല്ല കാര്യങ്ങളോ ചെയ്തു വെച്ചാൽ നാളെ അത് ഗുണകരമായിട്ട് മാറും. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ വരാവുന്ന ദോഷങ്ങളെ കൂടി ഇപ്പോഴേ പരിഗണിക്കണം. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ചാടത്തില്ല. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ നിങ്ങൾക്ക് ജോലിയിലോ അല്ലെങ്കിൽ നിലവിലുള്ള പൊസിഷനിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ സാമൂഹിക പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ പദവികളിലേക്കൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നിയമം വിട്ട് കാര്യങ്ങൾ ചെയ്യരുത്. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് സമയം കൊള്ളാം. എല്ലാവരും ഈ ജ്യോതിഷനെയും അമ്പലങ്ങളെയും ദൈവങ്ങളെയും പ്രാർത്ഥനാലയങ്ങളെ ആശ്രയിക്കുന്നത് കഷ്ടത വരുമ്പോഴാണ്. അതല്ല വേണ്ടത്. നമ്മുടെ നല്ല കാലത്ത് നന്നായിട്ട് ദൈവാധീനം വർദ്ധിപ്പിച്ച് ആ പ്രപഞ്ചശക്തിയോടും നന്ദിയോടും കടപ്പാടോടും ബഹുമാനത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം വലിയ മോശം വരില്ല. അപ്പോഴും ഇതിൻ്റെ ഒരു സപ്പോർട്ട്, പോസിറ്റീവ് എനർജി അന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പം നല്ല കാലമാണ്. ഇപ്പോഴും ദൈവാധീനത്തോടെ ബുദ്ധിപൂർവ്വം ആലോചിച്ച്, കാരണം ഞാൻ നേരത്തെ പിന്നെ കന്നിക്കൂറിൻ്റെയിലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്കും 10 കർമ്മസ്ഥാനത്ത് ബുധൻ നിൽക്കുന്ന സമയമാണ്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എങ്ങനെ? പുതിയ പഠനം, പുതിയ ജോലിയിലുള്ള മാറ്റം, നിലവിലുള്ള നമ്മളെ ചില കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകാൻ പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ബിസിനസ്സിൽ പുതിയ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ പുതിയ ചില പദ്ധതികൾ, അതായത് പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനുള്ള ആരംഭമൊക്കെ കുറിക്കാൻ പറ്റുന്ന സമയമാണ്. ഇതെല്ലാം ഗുണകരമായിട്ട് വരും. തീർച്ചയായിട്ടും സമയം നല്ലതാണ്. ഒപ്പം തന്നെ ഈ ശുക്രനും അതുപോലെ തന്നെ പിന്നീട് മാറി വരാൻ പോകുന്ന നമ്മുടെ, അതായത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാറി വരുന്ന ചൊവ്വയും നമുക്ക് പണി തരുമെന്നൊരു ബോധത്തോടു കൂടി ദൈവാധീനം വർദ്ധിപ്പിച്ച് മാത്രം മുന്നോട്ട് പോവുക. സമയം നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ആ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. അതിൽ സംശയങ്ങളോ അല്ലെങ്കിൽ കൺസൾട്ടിങ്ങോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. തീർച്ചയായിട്ടും ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിനകത്ത് മറുപടികൾ തന്നോളും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാം ലൈക്ക്, ഷെയർ, ഇതാണ് ജ്യോതിഷ കൈരളിയുടെ ഏറ്റവും വലിയ വിജയം. അത് എന്നും ഉണ്ടാവണം. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവണം. ഹരേ കൃഷ്ണ. എല്ലാവരും നന്നായി വരട്ടെ.